ഹലോ മുത്തുമണികളെ, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ നമ്മുടെ നജിലയുടെ ലൈവ് കണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം ഞങ്ങളെ തന്നെ വീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്നലെ എൻ്റെ അമ്മ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നപ്പം അമ്മ എനിക്ക് നേരത്തെയും ക്യാഷ് തന്നു. അമ്മ തന്ന ക്യാഷിനാണ് ഞാൻ ശരിക്ക് ആ ബുക്കും ഇതൊക്കെ വാങ്ങിച്ചത്. പക്ഷെ അന്ന് 5000 രൂപ 6000 രൂപയാണ് തന്നിട്ട് പോയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് ബുക്കും ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ ബാഗിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ബാഗ് നിങ്ങൾക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഞാൻ ഈ ലാസ്റ്റ് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മൾ അൽമദീന എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് രണ്ട് ബാഗ് 2 മക്കൾക്ക് കീറിപ്പോയിട്ട്, അവരുടെ പഴയ ബാഗ് കീറിപ്പോയതുകൊണ്ട് അത് കൊണ്ട് നടന്നിട്ടല്ലേ അവർ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ബാഗ് വാങ്ങിച്ചു കൊടുത്തു. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എന്നെ കൊണ്ടാക്കുന്നത് കൊണ്ട് ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് കൊണ്ട് തന്നെ കീറിയിട്ട് ഞാൻ പിന്നെ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം അത് വാങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ ഞാൻ ഓഫീസിൽ കൊണ്ടാക്കണമായതുകൊണ്ട് എനിക്ക് മക്കളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ നടന്നിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഭീമപള്ളി സ്കൂളിൽ നടന്നിട്ട് പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വർഷം കൂടി കൊണ്ടുപോകും, കുറച്ച് നാളത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല ബാഗാണ്. പക്ഷെ എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ ബാല്യകാലത്തിൽ എനിക്കൊരു നല്ല ബുക്ക് വാങ്ങിത്തരാനോ എനിക്കൊരു നല്ല യൂണിഫോം വാങ്ങിത്തരാനോ, അന്നൊക്കെ യൂണിഫോം പൈസ കൊടുത്തിട്ടാണ് നമുക്ക് വാങ്ങേണ്ടത്. വെളിയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ നമുക്ക് വാങ്ങിക്കണം. യൂണിഫോം സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടലില്ല. അതുമല്ല, ഞാൻ പഠിച്ചത് മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. അവിടെ അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. ബുക്കിനും ബാഗിനും ഒക്കെ ബാഗും ഒക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം. അതുപോലെ തന്നെ ബാഗെന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടത് തന്നെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുന്ന സമയത്താണ്. അന്ന് ഈ രാമചന്ദ്രൻസിന്ന് ഒരു കവർ കിട്ടും. അന്ന് വെള്ള കവറാണ്, രാമചന്ദ്രൻസിന് വെള്ള കവറും ചുവന്ന എഴുത്തുകളുള്ള വെള്ള കവറാണ്. ഈ കവറിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ബുക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മുട്ടിൻ്റെ മോളിൽ നിൽക്കും എൻ്റെ ചുരിദാർ എന്ന് പറയുന്നത്. കാരണം എന്ത്, അടുത്ത വീട്ടിലുള്ള കുട്ടികൾ ഇട്ട് പഴകിയ യൂണിഫോമാണ് ഞാൻ വാങ്ങിച്ചിടുന്നത്. നമുക്ക് വാങ്ങിക്കാൻ നിവൃത്തിയില്ല, അന്നത്തെ കാലത്തൊന്നും നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് എൻ്റെ മക്കള് പിന്നെ പുതിയ ഡ്രസ്സ് ഇടണം, പുതിയ ബാഗ് ഇടണം, ബാഗ് കൊണ്ടുപോകണം, ബുക്ക് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ എന്താവശ്യം പറഞ്ഞാലും എൻ്റെ അമ്മ എന്നെ സഹായിക്കും കേട്ടോ. അപ്പം എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരമ്മൂമ്മേൻ്റെ അടുത്താണ് ആവശ്യങ്ങൾ പറയാറും. അമ്മ തലയിൽ വയ്ക്കാതെ അവരെ നോക്കുകയും ചെയ്യും. അവരും അങ്ങനെ തന്നെയാണ്. അപ്പം ബാഗ് വാങ്ങുന്നില്ല എന്ന് എങ്ങാണ്ട് ഞാൻ പിള്ളേർ പറഞ്ഞ്, അപ്പം അതുകൊണ്ട് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസയും കൊണ്ടുവന്നത്. പിന്നെ 1 രൂപ ചോദിച്ചാൽ 1000 രൂപ തരും. അതാണ് എൻ്റെ അമ്മേൻ്റെ ഒരു നേച്ചർ. അപ്പം ഇതല്ല ഞാൻ പറയാൻ വന്നത്. എൻ്റെ അമ്മ പിന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ നജിലയ്ക്ക് ഭയങ്കരമായിട്ട് അപ്പം നജില അങ്ങ് കരഞ്ഞ് നിലവിളിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ എൻ്റെ അമ്മ പറഞ്ഞ കാര്യം എന്താണ്, നിങ്ങൾ എൻ്റെ മോളെ പറയണത് ഞാൻ കേൾക്കണുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ കല്ലും മണ്ണും ചുമന്ന് ചോര നീരാക്കിയാണ് എൻ്റെ മകളെ ഞാൻ വളർത്തിയത്, അല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചിട്ടല്ല ഞാൻ എൻ്റെ മകളെ വളർത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. നീ വളച്ചൊടിക്കാൻ നിൽക്കേണ്ട മോളെ, നീ അത് വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ഇത് ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചിലപ്പോൾ അത് കേട്ടിട്ട് നിന്നെ വിശ്വസിക്കും. നീ എൻ്റെ അമ്മയെ പറഞ്ഞത് നീ മറന്നാലും എനിക്കെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞത് ഇത്രയൊക്കെ എനിക്ക് അറിവായതിനു ശേഷമാണ്, എനിക്ക് നല്ല ബോധമുള്ള സമയത്താണ് എൻ്റെ അമ്മ കല്ലും മണ്ണും ചുമക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മ ഈ ക്ഷേമനിധിയുടെ ഓഫീസിൽ വരുമ്പോൾ നല്ല വെയിലാണ്, മഴയൊക്കെ തീർന്നിട്ടുള്ള ഒരു വെയിലെന്ന് പറയുന്നത് നല്ല ശക്തിയിൽ കൊള്ളുന്നുണ്ട് വെയിൽ.
പിന്നെ വെയിലത്ത് കല്ലും മണ്ണും ചുമക്കുന്ന ഒരു അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പലപ്പോഴും ജോലിക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആ സമയത്ത് ബിൽഡിങ്ങിന്റെ സ്റ്റെപ്പുകൾ കയറി എടുക്കാൻ പറ്റാത്ത, എൻ്റെ അമ്മയ്ക്ക് പൊക്കം ഉണ്ടായിരുന്ന ഒരാളാണ്, ഇത്ര പൊക്കം കുറവുള്ള ഒരാളല്ല. പക്ഷെ എടുക്കാൻ വയ്യാത്ത ഭാരവും ചുമന്ന് സ്റ്റെപ്പുകൾ കയറി എൻ്റെ അമ്മ കല്ലും മണ്ണും ചുമക്കുന്നത് കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വ്യഭിചരിച്ച് നടക്കുന്നത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത്. ആ അമ്മേനെയാണ് നിന്നെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ നീ ചെയ്യാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. നീ ചെയ്യാത്ത, എൻ്റെ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നീ ചെയ്യാത്ത ഒരു കാര്യത്തിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് വളച്ചൊടിക്കാൻ നല്ല മിടുക്കാണ്. അതായത് മുമ്പൊരിക്കൽ എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയ ഒരു ചെറ്റ ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന പുതിയൊരു ഐഡിയ എടുത്തുകൊണ്ട് അവിടെ ഇവിടെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് നായിൻ്റെ അമ്മ. സോറി ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് എഡിറ്റ് ചെയ്യും. പറയുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല. കാരണം ഈ സ്ത്രീകളെ കുറിച്ച് അസംബന്ധം പറയും. സ്ത്രീകൾ ഡയറക്റ്റ് വരൂല, ഈ ചെറ്റ ഡയറക്റ്റ് വരൂല. ഈ ചെറ്റ ബാക്കിലേ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ തിരി കൊളുത്തുകയാണ് ചെയ്യുന്നത്. നാണം കെട്ട ജന്തു. ഇന്നലെ ഇപ്പം പിന്നെ ഈ ആരുടെയൊക്കെ ലൈവിൽ പോയിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് തുപ്പാൻ വേണ്ടിയിട്ട് നിന്നിട്ട് എൻ്റെ അടുത്ത് കളി നടക്കൂല. ഈ ചെറ്റയുടെ കളി എൻ്റെ അടുത്ത് നടക്കൂല. കാരണം ഞാൻ വേഗം പിടിക്കാം. എൻ്റെ കമൻറ്റ് കണ്ടാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് മാത്രമല്ല, എൻ്റെ ബ്ലൂസിനും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അമ്മാതിരി അത്ര ചെറ്റയായിട്ടുള്ള ഒരു ചെറ്റയാണ് ആ നായി. ആ നായി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എന്നെ വേറൊരാളുമായിട്ട് അവിഹിതം പറഞ്ഞപ്പോ അവരുടെ കുടുംബജീവിതത്തിനെ അത് ബാധിക്കും കൊച്ചേ. നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ, നിന്നെക്കുറിച്ചും ഈ ഒരു കാര്യം പറയണമെന്ന് എന്നോടും അയാളായി നാണം കെട്ട പട്ടി. ഓഫ്, പറഞ്ഞു വരുമ്പോ അങ്ങനെ അങ്ങ് വന്നു പോകുന്നത്. പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് നീ വേഗം തന്നെ എന്നെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ട് നീ അത് തിരിച്ചടിച്ചു. നിനക്കതിന് നല്ല ബഹുമിടുക്കാണ്. ഈ എന്താണ് ഈ റിയാക്ഷൻ ചാനലുകാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ അത് അന്ന് ആരും വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷെ പടച്ച തമ്പുരാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വേറൊരു രീതിയിൽ തെളിയിച്ച് അതിനെ എന്തോ വലിയ പുണ്യകർമ്മം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ പറഞ്ഞത്, നീ എൻ്റെ മോളെ പറയണത് ഞാൻ കേൾക്കുന്ന എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നല്ല. അതേ കണക്ക് പിന്നെ എല്ലുമുറിയെ പണിയെടുക്കുന്ന ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, ഞങ്ങളൊക്കെ കൂടി ചേർന്ന് എൻ്റെ കുടുംബം ഇങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടുന്നത് മുഴുവൻ, എൻ്റെ മക്കൾ ചിന്തിച്ചാൽ ചിന്തിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ. വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. എൻ്റെ മക്കളൊരു കാര്യം ചിന്തിച്ചാൽ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. അത് അവരുടെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യണ എൻ്റെ മക്കള് ആരുടെയോ ഇറച്ചി തിന്നാണ് ഞങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണത് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ വന്ന് സംസാരിച്ചു. ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ട് എൻ്റെ ചോര നീരാക്കിയ പൈസയാണ് എൻ്റെ പൊന്നു മക്കളെ എൻ്റെ മക്കള് തിന്നണത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ പബ്ലിക്കിൽ വന്നപ്പോൾ അതിനെ എടുത്തോണ്ട് വന്ന് വീണ്ടും മുളച്ചൊടിക്കുന്നു. അതായത് ഈ അമ്മ കാണുന്നില്ലേ എന്നെ 2.5 വർഷം കൊണ്ട് തിന്നുന്നത് ഈ അമ്മയ്ക്ക് പറഞ്ഞു വിലക്കി കൂടെ? എന്തിനു പറഞ്ഞു വിലക്കണം? ഞാൻ കളവാണ് പറയണമെന്ന് എൻ്റെ അമ്മയ്ക്ക് തോന്നിയാലല്ലേ എന്നെ പറഞ്ഞു വിലക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ അതിൻ്റെ 15 കാര്യം എൻ്റെ നേരെ തിരിച്ച്. അപ്പൊ എൻ്റെ അമ്മ എന്തിനാ മോളെ എന്നെ പറഞ്ഞു വിലക്കേണ്ടത്? പക്ഷെ പടച്ച റബ്ബ്, എൻ്റെ അമ്മ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചാണ് എന്നെ വളർത്തിയത് എന്ന് നീ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പ് പടച്ച തമ്പുരാൻ വലിയവൻ നിന്റെ വായിൽ നിന്ന് നിന്റെ ഉമ്മ പിഴച്ചതാണെന്ന് നീ പറയുന്നത് എൻ്റെ അമ്മ കേട്ടു. അപ്പൊ അന്നേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അവര് പറയണെന്ന് നിങ്ങൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വിട്ടിട്ട് നിങ്ങളെ കാര്യം നോക്കുന്നു പറഞ്ഞു ഞാൻ വെറുതെ വിട്ട്. പക്ഷെ എൻ്റെ അമ്മയുടെ ചെവി കൊണ്ട് തന്നെ കേട്ട് എന്താണ് അത് ഉമ്മ അതിനുശേഷം നീ കുറേ ഇങ്ങനെ നിന്റെ മക്കളെ വളർത്തിയ കഥയെക്കുറിച്ച് നീ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു കഥ നിന്റെ ഉമ്മയ്ക്ക് പറയാനുണ്ടാവും കുഞ്ഞെ, കൊച്ചൻ, നിന്റെ ഉമ്മയ്ക്ക് പറയാനുണ്ടാവും.
എന്ത് കഥ പറയാനില്ലെങ്കിലും ഈ 10 മാസം വയറ്റി ചുമക്കുന്ന പാടുണ്ടല്ലോ, നീ ഇപ്പൊ കാണുന്നില്ല. നിനക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നിനക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ ഒരു പാടുണ്ടല്ലോ, അമ്മമാര് സഹിക്കുന്ന ഈ ഒരു പാട്. എടാ, ഈ ഒരു പാടിന് പകരം വെക്കാൻ മക്കളുടെ കയ്യിൽ ഒരു വകയും ഇല്ല. ഒരു വകയില്ല ലോകത്തുള്ള ഏതൊരു ഉമ്മാനെ എടുത്താലും ആ ഉമ്മയ്ക്ക് പറയാൻ അവരുടെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ കഥ പറയാൻ ഒരുപാട് കഥയുണ്ടാകും. നിന്റെ ഉമ്മയ്ക്കും ഉണ്ടാകും. നീ എന്ത് വിചാരിക്കുന്നു? നിന്റെ വാപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചു കൊടുത്ത് നിന്റെ ഉമ്മ നിന്നെ അങ്ങ് നല്ല റാണിയെ പോലെ വളർത്തിയെന്ന അല്ല. ആ ഉമ്മയ്ക്ക് പറയാനും ഒരു കഥയുണ്ടാകും. എൻ്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി. എല്ലാ മാതാപിതാക്കൾക്കും ഒരു കഥയുണ്ടാകും. അപ്പൊ എല്ലാ മാതാപിതാക്കളും എന്താണ്, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത്. അല്ലാതെ ഞാൻ മാത്രം കഷ്ടപ്പെട്ടിട്ട് വളർത്തുന്നെന്ന് മോള് വിചാരിക്കരുത്. അതുപോലെ തന്നെ ഈ ആണുങ്ങൾ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആണും പെണ്ണും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരിലും അച്ഛന്മാരും കഷ്ടപ്പെടുന്ന കഥയുണ്ട്. പക്ഷെ അവരാരും വന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് നിൽക്കൂല. ഒരാണുങ്ങൾ പോലും എൻ്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി എന്ന് പറയാൻ നിൽക്കുമോ? സ്വന്തം മക്കളല്ലാത്തവരെ പോലും കഷ്ടപ്പെട്ട് വളർത്തുന്ന ആണുങ്ങളുണ്ട്. നിന്റെ കൂടെ ജീവിക്കുന്ന ആൾ, അയാൾ പണിയെടുക്കുന്നത് നീ പറയുന്നില്ലേ, അയ്യോ അങ്ങനെ പണിയെടുക്കുന്നത് സങ്കടം തന്നെയാണ്. കാരണം പണിയെടുക്കുന്നത് സ്വന്തം കൊച്ചിന് വേണ്ടിയിട്ടാ, മറ്റൊരാളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അയാൾ പണിയെടുക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ? നമുക്കെന്നല്ലേ എല്ലാവർക്കും സങ്കടം വരും കേട്ടോ. അപ്പം സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആണുങ്ങൾക്കും പറയാനുണ്ടാവും. നമ്മളെ ഫാത്തി, നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ സ്ത്രീകൾ എപ്പോഴും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയതിനെ പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഭയങ്കര ആക്കവും. 10 മാസം വയറ്റിലിട്ട് ചുമന്നതിൻ്റെ കഥ പറയാനും പ്രസവ വേദന സഹിച്ചതിൻ്റെ കഥ പറയാനും ഒക്കെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ആക്കവും. പക്ഷെ ഈ നോവറിയാതെ പ്രസവിക്കാതെ വേദന സഹിക്കുന്ന മറ്റൊരാളുണ്ട്, പുരുഷന്മാര്. അപ്പൊ നീ എൻ്റെ മക്കളെ പറഞ്ഞത് എൻ്റെ ഭർത്താവ് കേട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവും നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥയിലും പോയിട്ട് കഷ്ടപ്പെടുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട് എൻ്റെ മക്കളെ നീ പറയണത്. നിന്നെ ഞാനല്ലേ വിമർശിക്കണത്? നിന്നെ വിമർശിക്കണത് ഞാനല്ലേ? നീ എന്നെയല്ലേ പറയേണ്ടത്? നീ എന്നെ പറയണതിന് പകരം എൻ്റെ കൂട്ടുകാരെ പറഞ്ഞ്, എൻ്റെ മക്കളെ പറഞ്ഞ്, എൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഉമ്മാനെ പറഞ്ഞ്, നമ്മളെ മതത്തിലൊരു പറയില്ലേ മോളെ, എന്താണ് പറയണത്, ഉമ്മാന്റെ കാൽപാദത്തിലാണ് സ്വർഗം. പലരും ഇങ്ങനെ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിന്റെ ഉമ്മാന്റെ നിന്റെ ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കടാവും, നിന്റെ ഉമ്മാന്റെ അടുത്ത് പോയി ചേക്കടാവും, നിന്റെ ഉമ്മ ഉണ്ടല്ലാടാവും, അടുത്ത വീട്ടിലെ ഗംഗാരേട്ടൻ്റെ കൂടെ കിടന്നതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മമാരെ പറയും. അത് ഉമ്മമാരുടെ വില അറിയാൻ പാടില്ലാത്തവരുടെ കാര്യമാണ്. ഉമ്മ എന്ന് പറയുന്നത് നമ്മളെ മതത്തിൽ പോലും പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാൽപാദത്തിൽ സ്വർഗം എന്നാണ്. അത് ആ ഉമ്മ സഹിക്കുന്ന വേദനകളുടേതാണ്. ആ ഉമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് സഹിക്കുന്ന വേദനകളുടേതാണ്. അതുപോലെ തന്നെയാണ് ഉപ്പമാരും. പല ആണുങ്ങളും അവരുടെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ കഥ ഇതുപോലെ കണ്ണീരണിഞ്ഞ് വന്ന് സമൂഹത്തിൽ പറയാഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് ഉപ്പമാരുണ്ട്. ഫാത്തി ഇത്രയും പറക്കമുറ്റാത്ത 2 മക്കളെയാണ് വളർത്തുന്നത്. ഒരിടത്ത് പോലും ആ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നതിന്റെ കഥ അയാൾ പറയുന്നില്ല. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയാണ് അയാൾ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ ഇരുന്ന് കരഞ്ഞു മെഴുകി ഇങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ട്. അതുമാത്രമല്ല, എൻ്റെ വീഡിയോയ്ക്ക് താഴെ പിന്നെ ഒരുപാട് പേര് അമ്മയെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ കമൻറ്റുകൾ വന്നപ്പോൾ അയ്യോ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. നമ്മളെ സ്വന്തം ഉമ്മാനെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പം മറ്റൊരു ഉമ്മാനെ പറയാൻ പറ്റൂല. ഒരിക്കലും നിന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് എൻ്റെ ഉമ്മ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചു പറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ ഒരു സമാധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ ഉമ്മാനെ തന്നെ പറയണുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. അല്ലത് പിന്നെ എന്തോ പറയാനാ കൊച്ചേ. നമ്മള് സൊസൈറ്റിയിൽ ഒരാള് എന്നെ കുറിച്ച് അപവാദം പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ അപവാദം, നീ എന്നെ കുറിച്ച് അവിഹിതം പറയുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഞാനൊരു അവിഹിതം ചെയ്ത് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിഹിതം ചെയ്തോണ്ടല്ല അതിന് പകരം വീട്ടേണ്ടത്.
നന്നായി ജീവിച്ച് കാണിച്ചുകൊണ്ടാണ്. നിനക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നതെന്നറിയാമോ? നീ ജീവിച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ജീവിതം തകർത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് പറ്റേയില്ല. പിന്നെ എൻ്റെ ഭർത്താവ്, എൻ്റെ ചന്തി ഞാൻ കഴുകി കൊടുക്കുന്നു എന്ന് നിന്റെ അമ്മായിയമ്മ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. നിന്റെ ഭർത്താവിൻ്റെ ചന്തി നീ അല്ലേടി കഴുകി കൊടുക്കണത്? യഥാർത്ഥത്തിൽ ആ തള്ള എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് നീ ഒന്ന് നന്നായി ചോദിച്ചു നോക്കാം. അതായത് അവരുടെ ഫോണിൽ ആ ഫോൺ റെക്കോർഡ് ഉണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്കാം. നിന്റെ ഷാനിന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തമ്മിൽ തീർക്കണം, അവള് നിസ്കരിക്കൂല, അവള് നോമ്പെടുക്കൂല, അവൾ അങ്ങനത്തെ കള്ളിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോ, പൊന്നാര മോളെ നീ ആരാ അവളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചും കൊണ്ടാണ് ഞാൻ അവക്കിട്ട് കൊടുത്തത്, താങ്ങിക്കൊടുത്തത്. അപ്പം നിന്റെ അമ്മായിയമ്മ നിന്നെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് മോളെ എന്നെ വിളിച്ചതല്ലാതെ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടല്ല ആ തള്ള എന്നെ വിളിച്ചത്. അപ്പം ആ തള്ള ഇപ്പൊ പറയുന്ന ആരുടെയോ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഭർത്താവിന്റെ ചന്തി നീ അല്ലേടി കഴുകി കൊടുക്കണം. യെസ്, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പ, എൻ്റെ ജീവന്റെ ജീവൻ, എൻ്റെ ഭർത്താവിന്റെ ചന്തി മാത്രമല്ല ഞാൻ കഴുകി കൊടുക്കുന്നത്, എൻ്റെ ഭർത്താവിനെ കുളിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ സർവത്ര കാര്യങ്ങൾ നോക്കുന്നത്, എന്തിന് ഷേവ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഷേവ് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ വേണ്ടുന്ന ഒരു മനുഷ്യന് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭർത്താവ് പബ്ലിക്കിൽ വന്നിട്ട് നിനക്ക് കാണിച്ചു തരാടി, നിന്റെ വീട്ടിൽ കയറി നിന്റെ മോന്ത അടിച്ച് പൊളിക്കോടി, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടി, നീ ഇങ്ങോട്ട് വാടി, നീ അങ്ങോട്ട് പോടി എന്നൊന്നും പറഞ്ഞും കൊണ്ട് ആരുടെയും മുന്നിൽ ഭീഷണിയും ഉയർത്തിക്കൊണ്ട് എൻ്റെ ഭർത്താവ് പോയിട്ടില്ല. എൻ്റെ ഭർത്താവ് എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യം നോക്കി അദ്ദേഹം സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങളുണ്ട് നോക്കും, ഞങ്ങൾ നോക്കും, ഞാനും എൻ്റെ മക്കളും നോക്കും. ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കൂല. ഞങ്ങൾ ആരുടെ മുമ്പിൽ എൻ്റെ മനുഷ്യന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിൽ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഞാനും എൻ്റെ അമ്മയും എൻ്റെ 6 മക്കളിൽ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമ്മതിക്കൂലടെ. ഇനി ഞങ്ങളിൽ ആരും തന്നെ ഇല്ലാന്ന് വെച്ചോ, ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറേ സ്നേഹബന്ധങ്ങളുണ്ട്. എൻ്റെ സ്നേഹബന്ധങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ എൻ്റെ മനുഷ്യനെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടാൻ വേണ്ടിയിട്ട് സമ്മതിക്കൂലാടെ. ഞങ്ങളിൽ ആരും ഇല്ലാതായി പോയി എന്ന് വെച്ചോ, എൻ്റെ സ്നേഹബന്ധങ്ങളിൽ പെട്ട ഒരാളെങ്കിലും ജീവനോടുകൂടി ഉണ്ടെങ്കിൽ എൻ്റെ മനുഷ്യനെ ഒരാളുടെ മുന്നിൽ നിന്ന് കൈനീട്ടാൻ വേണ്ടിയിട്ട് വിടൂല. അപ്പം അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നലത്തെ നിന്റെ ലൈവിൽ നിന്നും പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ മുന്നിൽ വന്ന് അങ്ങ് കരഞ്ഞ് മെഴുകി സംഭവം. ഇതുപോലെ എൻ്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര അങ്ങോട്ട് മുട്ടി. എന്നെക്കുറിച്ച് വാദിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ അമ്മ ഇന്നലെ വീഡിയോ ചെയ്തത്. നിങ്ങളന്ന് നന്നായിട്ടൊന്ന് കേട്ടു നോക്ക്, എന്നെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. എൻ്റെ അമ്മയ്ക്ക് അറിയാം, എൻ്റെ അമ്മയ്ക്ക് ധൈര്യമാണ്. ഞാൻ എവിടെ പോയാലും ജീവിക്കും, എനിക്ക് സംസാരിക്കാൻ അറിയാം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം, ഞാനൊരു തെറ്റായ കാര്യം ചെയ്യൂല എന്ന് എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ വാദിച്ചോ? ഇല്ല, വാദിക്കൂല. എൻ്റെ മക്കൾ തിന്നുന്നത് എൻ്റെ ചോരയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ അമ്മ കടന്നു വന്ന ഒരു വഴിയുണ്ട്. നീ ഇരുന്നോണ്ട് പറയുന്നില്ലേ പെരുമഴയത്ത് നിന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഓടി ചാടി എന്നൊക്കെ പറയുന്നില്ലേ. മഴയും വെയിലും ഒക്കെ മക്കൾ കൊണ്ട് തന്നെയാണ് വളരുന്നത്. മക്കളെല്ലാം, ഞങ്ങളെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്നത് മഴയത്ത് കയറി കിടക്കാൻ ഒരു വീടില്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റ് തലയിൽ കൂടി വിരിച്ചിട്ടിട്ട് മഴ തീരുന്ന വരെ ഇരുന്ന ഞാനും എൻ്റെ അമ്മയും ഉണ്ട്. അപ്പം അതൊന്നുമല്ല കഷ്ടപ്പെട്ടിട്ട് മക്കളെ വളർത്തുന്നതിൻ്റെ വേദന അറിയാവുന്നത് കൊണ്ട് തന്നെ നീ എൻ്റെ അമ്മയെ പിഴച്ചവളെന്ന് വിളിച്ച സമയത്ത് എൻ്റെ അമ്മ അതൊക്കെ ചിന്തിച്ചു നോക്കി. എൻ്റെ അമ്മയുടെ ഭർത്താവ് എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയ സമയത്ത് നീ ചെയ്തതുപോലെ ഒരാളുടെ മുന്നിലും കൈനീട്ടി ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു സ്ത്രീയാണ് എൻ്റെ അമ്മേനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
നിന്നെ പോലെ ഒരാളുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടിയിട്ടല്ല എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. നല്ലോണം അധ്വാനിച്ച് എടുക്കാൻ പറ്റാത്ത കല്ലും മണ്ണും ചുമന്ന് എൻ്റെ അമ്മ എന്നെ വളർത്തിയതാണ്. മഴയത്തും വെയിലത്തും എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കഥയുണ്ട്. അതായത് ഞാൻ സെൻറ് റോക്സിലാണ് പഠിച്ചിരുന്നത്. ഈ സെൻറ് റോക്സിൽ 1 രൂപ ഫീസാണ്. അന്ന് സ്കൂള് തുറക്കുന്ന സമയത്ത് 1 രൂപ ഫീസ് കൊടുക്കണം. അപ്പൊ ഈ ഫീസ് കൊടുക്കാത്ത കുട്ടികൾ എണീക്ക് എന്ന് പറഞ്ഞു. എന്തേ ഫീസ് കൊണ്ടുവരാത്ത, എന്തേ പുറത്ത് നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പെരുമഴയത്ത് സ്കൂളിന്റെ പുറത്ത് നിൽക്കുകയല്ല ചെയ്തത്. നേരെ ഓടി എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന എയർപോർട്ടിന്റെ അകത്തേക്ക് പോയി. പെരുമഴയത്ത്, ആ പെരുമഴയത്ത് നനഞ്ഞ് കുതിർന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിയപ്പോൾ എൻ്റെ അമ്മ ചങ്ക് തകർന്നു പോയി. എൻ്റെ അമ്മ എന്തിനു നീ മഴയത്ത് വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ ചോദിച്ചു 1 രൂപ ഫീസ് എന്താ കൊണ്ടുവരാത്തത് എന്ന് ടീച്ചർ ചോദിച്ചു. അപ്പൊ എൻ്റെ അമ്മ മടിക്കുത്തി ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ അതിൽ പൈസ ഇരിക്കുന്നു. അത് ഞാൻ നാളെ നിനക്ക് തന്നു വിടൂലായിരുന്ന, നീ എന്തിനീ മഴയത്ത് ഇങ്ങനെ വന്ന് പോ അങ്ങോട്ട് നടാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷ്യത്തിൽ എന്നെയും പിടിച്ചും കൊണ്ട് ആ സ്കൂളിലേക്ക് വന്നു. ആ നനഞ്ഞ വേഷത്തോടു കൂടി, ആ കൂലിപ്പണി എടുക്കുന്ന ആ നനഞ്ഞ വേഷത്തോടു കൂടി മഴയത്ത് നനഞ്ഞ് എൻ്റെ കൂടെ വന്ന് അവിടെ ആ 1 രൂപ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു അമ്മയുണ്ട് മോളെ. നീ എൻ്റെ അമ്മയെ പറഞ്ഞ സമയത്ത് നീ ഒഴുക്കിയ കണ്ണീരുണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ കണ്ണീർ കൂടി ഒഴുക്കിയിട്ടില്ലാന്നേ ഉള്ളൂ. എൻ്റെ അമ്മേനെ വേശ്യ എന്ന് നീ വിളിച്ച സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ ഒരു അമ്മയുടെ ചിത്രമുണ്ട്. മഴയായ മഴയും വെയിലായ വെയിലും കൊണ്ട് എന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്, ഒരമ്മയുടെ ചിത്രമുണ്ട്. നീ പറയുന്നില്ല എൻ്റെ അമ്മയ്ക്ക് ഡ്രാക്കുളയുടെ മുഖമാണെന്ന്. എടി, എന്നേക്കാൾ സുന്ദരിയായിരുന്ന, എൻ്റെ മക്കളെക്കാൾ സുന്ദരിയായിരുന്ന ഒരമ്മയുണ്ട് എനിക്ക്. എൻ്റെ മക്കളെക്കാൾ സുന്ദരിയായിരുന്ന ഒരമ്മയുണ്ട്. ആ അമ്മ സ്വന്തം സൗന്ദര്യം നോക്കാതെ എൻ്റെ വയറിന് വേണ്ടിയിട്ട്, എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കല്ലും മണ്ണും ചുമന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സൗന്ദര്യമുണ്ട്. അതിനേക്കാൾ വന്നതൊന്നുമല്ല. ഈ ലോകത്തില് ഏതൊരു ഐശ്വര്യ റോയ്ക്കുള്ളതിനേക്കാൾ സൗന്ദര്യം ആർക്കാണെന്ന് നിനക്കറിയാവോ? എൻ്റെ അമ്മയ്ക്കാണ്. നീ എപ്പോഴും ഇരുന്നോണ്ട് പറയുന്ന ഡ്രാക്കുളയുടെ മുഖമാണ്, കറുത്തിരിക്കുന്നു, കാണാൻ ചന്തയില്ല. എടി, എൻ്റെ അമ്മയുടെ സൗന്ദര്യത്തിനോളം വരൂല ഈ ലോകത്ത് സൗന്ദര്യം. ഈ ഐശ്വര്യ റായിക്ക് പോലും എൻ്റെ അമ്മയുടെ സൗന്ദര്യത്തിനേക്കാളും വരൂല. മനസ്സിലായ? സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ സൗന്ദര്യമാണ് എനിക്ക് പറയുന്ന. നിങ്ങൾ പറയുന്നില്ലേ പച്ചയിറച്ചി തിന്നുണ്ടാക്കിയ ദേഹമല്ലേ ഇത്? എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടിൽ നിന്നുണ്ടാക്കിയതാണ്, എൻ്റെ ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്നുണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരു കഥ, അങ്ങനെ ഒരു ചിത്രം നീ നിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞതിനേക്കാൾ വലിയ കഥകള് എൻ്റെ അമ്മേനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞാൻ കൈക്കുഞ്ഞാണ്. ആ കൈക്കുഞ്ഞായ കുഞ്ഞിനെയും എടുത്തും കൊണ്ട് ഇവര് ജീവിച്ച ഒരു ജീവിതമുണ്ട്. അതൊന്നും നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റൂല. നിനക്കൊന്നും അങ്ങനെ ഒരു അമ്മ ആവാനും പറ്റൂല കൊച്ചെ. നിനക്കൊന്നും എൻ്റെ അമ്മേരെ 7 അയലത്തുള്ള ഒരു അമ്മയാവാനും പറ്റൂല. മനസ്സിലായ? ഇരുന്നങ്ങ് കരഞ്ഞ് മോങ്ങുന്നു. ആരെ കാണിക്കാനടി? അലവിലാതി വരട്ടെ. സ്വന്തം അമ്മേനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ അമ്മയെ പറയാൻ പറ്റൂല, നാവ് പൊന്തൂല മോളെ. സ്വന്തം ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ഉമ്മാനെയോ ഉമ്മാരെ ഗുഹ്യസ്ഥാനത്തെയോ വർണ്ണിച്ച് രതിമൂർച്ച അടയാൻ സാധിക്കില്ലടിയേ. അലവിലാദികൾ.